ഗൈസ്, അങ്ങനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ഞങ്ങൾ മണാലി പോകുന്നൊരു ട്രിപ്പാണ്. നമ്മൾ യൂട്യൂബർ ജെഫ്രിൻ ഷാ പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ പാക്കേജിൽ പോയതാണ് കേട്ടോ. ഞാൻ ഒരുപാട് കാലമായിട്ട് ആയിരുന്നു മണാലി പോകണം എന്നുള്ളത്. ഭയങ്കര രീതിയിൽ സ്വപ്നം പോലെയായിരുന്നു. എൻ്റെ കയ്യിൽ ഒരുപാട് വീഡിയോസ് ഒറ്റയ്ക്ക് ഗേൾസൊക്കെ മണാലി പോണ വീഡിയോസൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ഒരുപാട് കണ്ട് ആഗ്രഹിച്ചൊരു സ്വപ്നം സാഫല്യമാകുന്നൊരു നിമിഷമായിരുന്നു. മഞ്ഞ് പോലെ തന്നെ നമ്മുടെ മനസ്സൊക്കെ ആകെ കുളിർന്ന് നമ്മളെ സന്തോഷത്തിൽ നമ്മൾ 100 ആയിട്ടിരിക്കില്ലേ നമ്മൾ സന്തോഷമൊക്കെ. ആ ഒരു ലെവലിലായിരുന്നു, സ്വർഗം പോലെയിരുന്നു. അപ്പം ഞാനത് പറയാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ എത്തിപ്പെടും. അത് ഉറപ്പാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും എത്തിപ്പെടും. അതിനാണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിൽ നമ്മൾ 100% കൊടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും നമ്മളവിടെ എത്തിയിരിക്കും. അതുപോലെ ഞങ്ങൾ താജ്മഹൽ, അങ്ങനെ ഡൽഹിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ഫോക്കസ് ചെയ്യുക. അതിലേക്ക് 100% ഉറപ്പാണ്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ എത്തിയിരിക്കും. അത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇനിയും കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നമ്മൾ സ്വപ്നം കണ്ടാൽ നടക്കുന്നുള്ളത് ഉറപ്പാണെന്നുള്ളത്. സ്വപ്നം കാണുക മാത്രമല്ല കേട്ടോ, നമ്മളതിലേക്കൊരു ഹാർഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ അതെന്തായാലും സക്സസ് ആവും, അതുറപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ദിവസം ആഗ്രഹിച്ചത്, ഒരുപാട് സ്വപ്നം കണ്ടതൊക്കെ ആയിട്ട് ഞങ്ങൾ നമ്മുടെ സ്വപ്നം സാഫല്യമായിട്ട് പറയില്ലേ എന്ന പോലെ അത് സാഫല്യമായി. ഞാനവിടെ ഡൽഹിയിലും മണാലിയിലൊക്കെ ഞങ്ങൾ കറങ്ങി ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഇപ്പോഴും ആ ഫോട്ടോസ് കാണുമ്പോഴും വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇത് 2 വർഷമായി പോയിട്ട് ഇപ്പോഴും ഈ ഫോട്ടോ കാണുമ്പോൾ ശരിക്കും എനിക്ക് തന്നെ എന്നോടൊരു പ്രൗഡാണ്. കാരണം നമ്മളത് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനം എടുത്തില്ലേ, നമ്മൾ പോയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ, ഞാൻ പോയല്ലോ അത് അങ്ങനെ എനിക്ക് അങ്ങനെ പോകാനുള്ള തീരുമാനം എടുക്കാൻ പറ്റി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ എനിക്കിത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന എല്ലാതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അത് യാത്രയായാലും ഇനി എന്ത് കേസാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെവിടെയാണ് എത്തേണ്ടതെന്ന് നമ്മൾ സ്വപ്നം കാണുക, അതിലേക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്തിപ്പെടും, അത് ഉറപ്പാണ്. എന്നിട്ട് നമ്മളവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളൊരു മൂമെൻ്റ് ഉണ്ടല്ലോ, ഗൈസ്, അങ്ങനത്തെ ഒരു മൂമെൻറ്റ് ഞാൻ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കണം. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളെല്ലാവരും നല്ല രീതിയിലൊരു സ്വപ്നം കാണുക, അതിലേക്ക് നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ സാധാരണ ആയിട്ടുള്ള എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്കിങ്ങനെ ഒരു സ്ഥലങ്ങളിൽ കാണാൻ ഒറ്റയ്ക്ക് പോകാൻ, ഡൽഹി പോലെയുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പറ്റും. ഇതുപോലെ ഇപ്പം എന്നെ പോലുള്ള സാധാരണ ഫാമിലിയിൽ നിന്ന് ഒരു പെൺകുട്ടികൾക്ക് പോകുന്നതിനൊരു പരിധിയുണ്ട്. അത് എൻ്റെ ഫാമിലി പോലെയുള്ളൊരു ഫാമിലി, അതായത് ഞങ്ങൾ ഓർത്തഡോക്സ് ചിന്താഗതിയായിട്ട് നടക്കുന്ന കുറച്ച് ഫാമിലിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഞാനതൊന്നും, കാരണം നമ്മളെ വഴി ജെന്യുവനായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എത്തിപ്പെടാൻ, നമ്മുടെ ആഗ്രഹം നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബിലുവിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബിലുവിനായിരുന്നു എന്നെക്കാൾ കൂടുതൽ ആഗ്രഹം. നമ്മൾ ഇങ്ങനെയൊരു പിക്ചർ നമ്മുടെ ഫോണിൽ വാൾപേപ്പറായിട്ട് ഇടുമ്പോൾ അത് കിട്ടുന്ന, നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, പിന്നെ ഇടയ്ക്ക് നമ്മൾ ഗാലറി നോക്കുമ്പോൾ കാണുന്ന ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അതൊന്നും എവിടെ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടില്ല. ഇത് നമ്മൾ ആഗ്രഹിച്ച സ്വപ്നം പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ഇത് ജോഗിനി വാട്ടർഫോൾ ആട്ടോ, സൂപ്പറാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ജെഫ്രിൻ ഞങ്ങളെല്ലാവരും കൂടിയിട്ടിരുന്ന ഫോട്ടോസാണ്. പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടിയായിട്ട് ഈ സൈഡാക്കിയിട്ട് ഞങ്ങളിവിടെയൊക്കെ ഒന്ന് കണ്ടു. നല്ല ഭംഗിയുണ്ട് ശരിക്കും. ഒരു യൂട്യൂബിലൊരു പയ്യൻ പറയില്ലേ, മക്കളെ ഇതാണ് സ്വർഗം, അങ്ങനെ പറയുന്ന പോലെ ഇത് ശരിക്കൊരു സ്വർഗം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മണാലിയും ഡൽഹിയൊക്കെ കറങ്ങി ഞങ്ങൾ നാട്ടിലേക്ക് പോയി. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഫോട്ടോസും വീഡിയോസും ഇനിയും ഒരുപാടുണ്ട്.
ഞാൻ ആഡ് ചെയ്യാം, ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഡൽഹിയിൽ നിന്ന്. ഞങ്ങൾ ട്രെയിൻ വഴിയാണ് വന്നത്. ഞങ്ങൾ കുറച്ച് ഫാമിലി, അങ്ങനെ ഒരുപാട് ഫാമിലിയായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. ജെഫ്രിൻ ഷാ പറഞ്ഞ യൂട്യൂബ് പയ്യൻ, ആ പയ്യൻ്റെ ഒരു പാക്കേജിലാണ് ഞങ്ങൾ പോയത്. അതൊക്കെ ഞങ്ങൾ കൂടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ഞങ്ങൾ അപ്പം കണ്ടവരാണ്, അല്ലാതെ മുൻപ് നമ്മുടെ കൂടെ പഠിച്ചതോ നമ്മളറിയുന്നവരോ ആയിട്ടുള്ള ഒരാളും അല്ല. ഞങ്ങൾ എല്ലാവരും അപ്പോൾ കണ്ടു, പരിചയപ്പെട്ടു. ഒരു ഫാമിലിയിലൊരു ആൾക്കാരെല്ലാവരും നമ്മളെ ഫാമിലിയിൽ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരുന്ന കുട്ടികളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവർ. അതുകൊണ്ട് നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുട്ടികളാണെങ്കിലും മറ്റുള്ളവരൊക്കെയാണ് ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലൊരു യാത്രകൾ പോവുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻ്റൊക്കെ ഒന്ന് പറയുക. എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താണ്ടെങ്കിൽ ചേഞ്ച് വരുത്താം. അപ്പോൾ ബൈ.